രാത്രി 12 മണിയായി. നിങ്ങൾ ലൈറ്റൊക്കെ അണച്ചു, ഫോണൊക്കെ ദൂരേക്ക് മാറ്റിവെച്ചു, കണ്ണ് ചിമ്മി കിടന്നു. പക്ഷെ ഉറക്കം വരുന്നില്ല. അതിന് പകരം നിങ്ങളുടെ തലക്കകത്ത് ഒരു 100 ചിന്തകൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയാലോ? നിങ്ങൾ ഇടത്തോട്ട് തിരിയും, വലത്തോട്ട് തിരിയും, എന്നിട്ട് മൈൻഡ് ഓഫ് ആകുന്നില്ല. ഇങ്ങനെ പണി കിട്ടാറില്ല നിങ്ങൾക്കും? സത്യത്തിൽ നിങ്ങൾക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ തലച്ചോറ് അതിന് സമ്മതിക്കുന്നില്ല. പഴയ കാര്യങ്ങളും ഈ നടക്കാൻ പോകുന്ന കാര്യങ്ങളും പഴയ പേടികളൊക്കെ ആയിട്ട് ഓരോന്നായി വന്ന് ക്യൂ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെറും 5 മിനിറ്റിനുള്ളിൽ സുഖമായി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു സീക്രട്ട് ടെക്നിക്കാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്ന ആ ഒരു മാറ്റം മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് തട്ടി വിളിച്ചാൽ പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത അത്രയും സുഖമുള്ള ഉറക്കം കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ ഉണ്ടായ അനുഭവം പറയാം. ഒരു സിനിമയൊക്കെ കണ്ട് തീർത്തപ്പോൾ കുറേ നേരം വൈകി, കുറേ ലേറ്റായി രാത്രി. അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ്. രാവിലെ ഒരു യാത്രയുണ്ട്, 6:30 ഫ്ലൈറ്റ്. അതുകൊണ്ട് വേഗം ഒന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു എന്ന് കരുതിയാണ് ഞാൻ കിടന്നത്. പക്ഷെ പതിവ് പോലെ എൻ്റെ തലച്ചോറ് അപ്പോൾ തന്നെ റോക്കറ്റ് പോലെ പായാൻ തുടങ്ങി. ഞാനൊരു എയർലൈൻ സ്റ്റാഫ് ആയതുകൊണ്ട് സ്റ്റാഫ് ടിക്കറ്റാണ് യാത്ര ചെയ്യുക. കൺഫേം ടിക്കറ്റ് ഒന്നും ആവില്ല. എയർപോർട്ടിൽ പോയാൽ സീറ്റ് ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യും, അത്രയേ ഉള്ളൂ. നാളെ എയർപോർട്ടിൽ പോയാൽ സീറ്റ് കിട്ടുമെന്ന ടെൻഷൻ, അവിടെ എത്തിക്കഴിഞ്ഞാൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്തുമെന്ന ചിന്ത, ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, അതെങ്ങനെ ചെയ്യണം, എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്ന ചിന്ത എന്ന് തുടങ്ങി നാളെ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചുള്ള പല ജാതി ചിന്തകൾ. ഇതിനിടയിൽ പെട്ടെന്നാണ് എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത വന്നത്, ഈ ഓവർത്തിങ്ങിനെ പറ്റിയൊരു വീഡിയോ ചെയ്താലോ? പിന്നെ പറയണം, ഉള്ള ഉറക്കം കൂടി അപ്പം തന്നെ പമ്പ കിടന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സിമ്പിൾ കാര്യം ചെയ്തു. അതോടെ എനിക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നീട് എക്ഹാർട്ട് ടോളിൻ്റെ ദ പവർ ഓഫ് നൗ എന്ന ബുക്ക് വായിച്ചപ്പോഴാണ് ഞാൻ ചെയ്ത കാര്യത്തിൻ്റെ ഗുട്ടൻസ് എനിക്ക് ശരിക്കും പിടികിട്ടിയത്. അതുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടല്ല, നിങ്ങളുടെ ഒരു ചങ്ങാതിയായി ആ ഒരു സീക്രട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഇന്നുണ്ടല്ലോ നമ്മൾ 95% ആളുകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിനെ നമുക്ക് കുരങ്ങ് മനസ്സോ മങ്കി മൈൻഡ് എന്ന് വിളിക്കാം. ഒരു കുരങ്ങനെ കണ്ടിട്ടില്ലേ? അതൊരിക്കലും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. സത്യത്തിൽ നമ്മുടെ മനസ്സിനല്ല കുഴപ്പം, നമ്മുടെ ഈ ചിന്തകൾക്കാണ്. ഒരു സെക്കൻഡിൽ ഒരു കാര്യം ആലോചിച്ചാൽ അടുത്ത സെക്കൻഡിൽ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഒരു കൺട്രോളും ഇല്ല. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കൈ പെട്ടെന്ന് നിങ്ങളുടെ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് എന്തൊക്കെ കാണിക്കാൻ തുടങ്ങിയാലോ? വഴിയിൽ പോകുന്നവരൊക്കെ വെറുതെ തല്ലുന്നു, ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ കയറി പിടിക്കുന്നു. നിങ്ങളെന്ത് ചെയ്യും? പേടിച്ച് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണും, അല്ലേ? പക്ഷെ നമ്മുടെ മനസ്സ് 24 മണിക്കൂറും ഇതേപോലെ നമ്മുടെ നിയന്ത്രണമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ നമ്മൾ പറയും ഇതൊക്കെ സാധാരണമാണ് എന്ന്. എക്ഹാർട്ട് ടോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിങ്ങനെയാണ്: നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു, പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ? ഇതൊക്കെ സാധാരണമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നതാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ഭാവിയെക്കുറിച്ചുള്ള പേടിയും നമ്മുടെ ഈഗോയും. ഫ്യൂച്ചർ ആൻഡ് ഈഗോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ എടുത്ത് ഒന്ന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് തുറക്കും. അപ്പോൾ കാണാം നമ്മുടെ കൂടെ പഠിച്ചവൻ്റെ പുതിയ കാർ ഇറങ്ങിയിരിക്കുന്നു, വേറൊരുത്തൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ, അല്ലെങ്കിൽ കുറേ പേരുടെ അടിച്ച് പൊളിച്ചുള്ള ലൈഫ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു കുശുമ്പ് അല്ലെങ്കിൽ ഈഗോ മെല്ലെ ഉണരും. എന്നിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ഇവർക്കൊക്കെ ഇത്രയായല്ലോ, ഞാൻ മാത്രം ഇപ്പോഴും ഇവിടെ തന്നെയാണല്ലോ, ഞാൻ ഇത്രയും പണിയെടുക്കുന്നുണ്ടല്ലോ, കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ. പിന്നെ തുടങ്ങുകയായി മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു കമ്പാരിസൺ. ഇതുള്ളിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാക്കും. എനിക്കിതൊക്കെ വേണം, എനിക്ക് 4 ആളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ തെളിയിക്കണം എന്നൊരു വാശി വരും. ഈ വാശിയും പ്രഷറുമാണ് നമ്മളെ കൊണ്ട് വെറുതെ ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെയാണ് ബുദ്ധൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്. ഒരാൾ ബുദ്ധനോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് സന്തോഷം വേണം, ഐ വാണ്ട് ഹാപ്പിനെസ്. ബുദ്ധൻ സിമ്പിളായിട്ട് പറഞ്ഞു, ആ വാചകത്തിൽ എനിക്ക് അങ്ങ് മാറ്റി വയ്ക്കുക, അതായത് നിൻ്റെ ഈഗോ. പിന്നെ ആ വേണം, വാണ്ട്, അത് മാറ്റിക്കേ, അതായത് നിൻ്റെ അമിതമായ ആഗ്രഹം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? സന്തോഷം മാത്രം. സംഗതി ഇത്രയേ ഉള്ളൂ ഗൈസ്. ആഗ്രഹങ്ങളുള്ളത് നല്ലതാണ്, പക്ഷേ ആ ആഗ്രഹങ്ങൾ നമ്മുടെ സമാധാനം കളയുന്ന രീതിയിൽ തലക്ക് പിടിക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത്. രണ്ടാമത്തെ കാരണമാണ് ഔട്ടർ പർപ്പസ് വേഴ്സ് ഇന്നർ പർപ്പസ്. നമുക്കെല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട്. നല്ലൊരു ജോലി, ബാങ്ക് ബാലൻസ്, ഒരു വീട്, പിന്നെ ലൈഫിലെ സക്സസ്. ഇതൊക്കെയാണ് നമ്മുടെ ഔട്ടർ പർപ്പസ്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുക? ഭാവിയിൽ. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും ആ ഫ്യൂച്ചറിലായിരിക്കും. പക്ഷേ കയ്യിലിരിക്കുന്ന ഫോണിൽ നോക്കിയിട്ട് സത്യസന്ധമായിട്ടെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ശരിക്കും ഉണ്ടോ? അത് മനസ്സ് വേറെ എവിടെയെങ്കിലും ആണോ? നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കിട്ടാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ വാല്യൂ കൊടുക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യത്തെ നമ്മൾ മൈൻഡ് പോലും ചെയ്യില്ല. ആ ഒരു ഗ്യാപ്പിലേക്കാണ് സ്ട്രെസ്സും ഓവർ തിങ്കിങ് കയറി വരുന്നത്. ഇവിടെയാണ് ഇന്നർ പർപ്പസ് എന്ന മാസ് ഐഡിയ ഉള്ളത്. അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എത്രമാത്രം ഉഷാറായി ചെയ്യുന്നു എന്നത് മാത്രം. എക്ഹാർട്ട് ടോൾ ദ പവർ ഓഫ് നൗവിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ലക്ഷ്യം, അതായത് ഇന്നർ പർപ്പസ് നിങ്ങൾ മര്യാദക്ക് ചെയ്താൽ പുറമേയുള്ള ലക്ഷ്യങ്ങൾ താനെ അതിൻ്റെ പിന്നാലെ വന്നോളൂ. നോക്കുക ഗൈസ്, ഭാവിയെ പിടിച്ചു കേട്ടാൽ നമുക്ക് ആർക്കും പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ നിമിഷത്തെ, ഈ മൊമെന്റിനെ നമുക്ക് വേണമെങ്കിൽ അടിപൊളിയാക്കാം, അടിച്ചു പൊളിക്കാം. ഇപ്പോൾ ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്താൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റാകും. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കാരണം
കഴിഞ്ഞു പോയ കാലം അഥവാ പാസ്റ്റ്. നമ്മൾ പലരും ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ്. എപ്പോഴോ പറ്റിയ അബദ്ധങ്ങൾ, തോൽവികൾ, പഴയ പൊട്ടിപ്പോയ പ്രണയബന്ധങ്ങൾ, അല്ലെങ്കിൽ അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെട്ട ആ ഒരു നിമിഷം, ഇതൊക്കെ ഇങ്ങനെ തലയിലിട്ട് നിരന്തരം റിവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇതിന് വലിയൊരു കുഴപ്പമുണ്ട്. നമ്മുടെ തലച്ചോറിന് പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? സത്യത്തിൽ നടക്കുന്ന വേദനയും നമ്മൾ വെറുതെ ഓർത്തെടുക്കുന്ന വേദനയും തമ്മിലുള്ള വ്യത്യാസം അതിനറിയില്ല. അതുകൊണ്ട് ഓരോ തവണ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുമ്പോഴും ആ വേദന നമ്മൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ബ്രെയിൻ കരുതുന്നത്. ചിലർ ആ വേദനയിൽ തന്നെ കിടന്ന് കറങ്ങാൻ നോക്കും, വേറെ ചിലർ ബലമായി അത് മറക്കാൻ നോക്കും. പക്ഷെ ഇത് രണ്ടും വർക്കാവില്ല. പിന്നെ എന്താ വഴി? ഒരൊറ്റ കാര്യമുള്ളൂ, അക്സെപ്റ്റൻസ്. അതായത് ഒരു പതർച്ചയുമില്ലാതെ സമാധാനമായി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുക. മനസ്സിനോട് പറയുക, ശരിയാണ്, അത് സംഭവിച്ചു, അതിൻ്റെ ലൈഫിനൊരു ഭാഗമായിരുന്നു, അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഇങ്ങനെ സമാധാനമായി അത് അംഗീകരിച്ചു കൊടുത്താൽ ആ ഭാരം അങ്ങോട്ട് ഇറങ്ങി കിട്ടും. ആ ഒരു വിട്ടുകൊടുക്കൽ അഥവാ സറണ്ടർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇനി ഓവർ തിങ്കിങ് നിർത്താനുള്ള 5 പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നോക്കിയാൽ നമുക്ക്. ഒന്നാമത്തെ സൊല്യൂഷനാണ് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. നമ്മളെപ്പോഴും ഒരേ റൂട്ടിൽ തന്നെ വണ്ടി ഓടിച്ചാൽ റോഡിൽ ശ്രദ്ധിക്കാതെയും വണ്ടി ഓടിക്കാൻ നമുക്ക് പറ്റും, അല്ലേ? ആ സമയത്താണ് മൈൻഡ് പഴയ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇല്ലാത്ത പേടികളിലേക്കൊക്കെ ഓടിപ്പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം, അത് ചിലപ്പോൾ ഒരു പുതിയ സ്പോർട്സോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റോ അതുപോലെ നിങ്ങൾ ഇതുവരെ പോകാത്തുള്ള സ്ഥലത്തേക്കുള്ള യാത്രയോ അല്ലെങ്കിൽ എന്തൊരു ഹോബിയോ എന്തെങ്കിലുമാണെന്ന് വെക്കുക. അവിടെ നിങ്ങളുടെ ശ്രദ്ധ ഫുള്ളായിട്ട് ആ നിമിഷത്തിലായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മനസ്സിന് വേറെ എങ്ങോട്ടും ഓടിപ്പോകാൻ പറ്റില്ല. അവിടെ നമ്മൾ ഫുൾ പ്രസൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തല പുകഞ്ഞിരിക്കുമ്പോൾ അത് മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് വഴി ഏതെങ്കിലും ന്യൂ ആക്ടിവിറ്റി തുടങ്ങുക, പുതിയ ആക്ടിവിറ്റീസ് തുടങ്ങുക. പുതിയ പരീക്ഷണങ്ങൾ കൂടുമ്പോൾ ഓവർ തിങ്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അപ്പോൾ എങ്ങനെയാണ്? ഇന്ന് തന്നെ പുതിയ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തായിട്ട് ഇതാണ്, മനസ്സിലുള്ളത് അങ്ങ് തുറന്ന് പറയുക. പലപ്പോഴും ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ തലക്കകത്ത് മാത്രം നടക്കുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ ഒക്കെ പോലെയാണ്. ആലോചിച്ച് നമ്മളൊരു ചെറിയ പ്രശ്നത്തെ വലിയൊരു പർവ്വതമാക്കി മാറ്റും. അകത്തിരുന്ന് വീർപ്പ് മുട്ടുമ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും നമുക്ക്. പക്ഷെ ഇതിന് സിമ്പിൾ മരുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ അനിയത്തിമാർ ആരെങ്കിലും ഇവരോടൊന്ന് തുറന്ന് പറഞ്ഞു നോക്കിയേ, സംഗതി നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അന്തം വിട്ടു പോകും. ഇത്രയുള്ള കാര്യം, ഇതിനാണ് ഈ പടം മൊത്തം തലയിലിട്ട് ഓടിച്ചത് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇനി ആരോടും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മുറി അടച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങളോട് തന്നെ അന്ന് ഉറക്കെ പറഞ്ഞു നോക്കൂ. ആ പ്രശ്നത്തിൻ്റെ ഗൗരവം അപ്പോൾ തന്നെ പകുതിയായിട്ട് കുറയും. സംഗതി ഉള്ളിൽ വെച്ച് പൂഴ്ത്തി വയ്ക്കാതെ പുറത്തേക്ക് വിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ മച്ചന്മാരെ. ഇനി ഇപ്പോൾ ഇതൊന്നും തുറന്നു പറയാൻ ആരും അടുത്തില്ല എന്ന് വിചാരിക്കാം. എങ്കിലിതാ അടുത്ത സൊല്യൂഷൻ, മനസ്സിലുള്ളത് അങ്ങനെ എഴുതി വയ്ക്കുക. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ചിന്തകൾ ഇങ്ങനെ ലോഡ് കണക്കിന് കുമിഞ്ഞു കൂട്ടാനുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ഒന്നുമല്ല. പകരം പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാക്കാനുള്ള ഒരു മെഷീനാണ്. തലക്കകത്ത് ഇങ്ങനെ ചിന്തകൾ ട്രാഫിക് ജാം പോലെ കിടക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് വരുന്നത്. അതുകൊണ്ട് ഒരു പേപ്പറോ ഡയറിയോ എടുത്തിട്ട് നമ്മളെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ആ ചിന്തകളുണ്ടല്ലോ അതിൻ്റെ എഴുതി വയ്ക്കുക. എഴുതി തുടങ്ങുമ്പോൾ ആ തലക്കകത്തെ പുകമറ പതുക്കെ മാറാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ മനസ്സ് ക്ലീൻ ആക്കാൻ ഇതിൽ നല്ലൊരു വാഷിംഗ് മെഷീൻ വേറെ ഇല്ല. കാര്യങ്ങൾ പേപ്പറിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ തല നല്ല ലൈറ്റ് ആകും, ക്ലിയർ ആകും. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 4ാമത്തെ പോയിന്റ് കുറച്ച് ഡീപ്പാണ്, പക്ഷേ സംഗതി പവർഫുള്ളാണ്. എല്ലാവരോടും അങ്ങ് ക്ഷമിക്കുക, കൂട്ടത്തിൽ നിങ്ങളോടും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ചവറ്റുകൊട്ടയല്ല, വേസ്റ്റ് ബോക്സ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഓരോ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വേദനിപ്പിച്ചവരോട് മനസ്സാങ്ങ് ക്ഷമിച്ചേക്കുക, പോട്ടെ പോലെ എന്ന് വെച്ചേക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് സെൽഫ് ഫോർഗിവ്നെസ്. നമ്മൾ പണ്ട് ചെയ്ത തെറ്റുകൾ ഓർത്ത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാലും ഈ ഓവർ തിങ്കിങ് ഒരിക്കലും മാറില്ല. അന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്, അതിൽ ഞാൻ പാഠം പഠിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളോട് തന്നെ ഒന്ന് ക്ഷമിച്ചു നോക്കുക. ഓർക്കുക, ഈ ക്ഷമിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, പകരം നിങ്ങൾക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ വേണ്ടിയാണ്. ആ കടുപ്പമുള്ള ഭാരം ഒന്ന് ഇറക്കി വെച്ചാൽ കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തായതും മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും വലിയ ഹിമാലയത്തിലേക്ക് പോയി തപസ് ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിക്കേണ്ട. മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങളുടെ ലൈഫിലെ സകല പ്രശ്നങ്ങളും ഈ മാന്ത്രികവടിയൊക്കെ വീശുന്ന പോലെ മാറുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി നിർത്തും. നമ്മുടെ ഈ തലക്കകത്ത് ഈ മെട്രോ ട്രെയിനൊക്കെ ചീറിപ്പാഞ്ഞ് നടക്കുന്ന ആ ഒരു ചിന്തകളുടെ ആ ഒരു സ്പീഡ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ റോഡിലേക്ക് ശ്രദ്ധിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇത് നമ്മളെ പഠിപ്പിക്കും. രാത്രി കിടന്നാൽ ഉടനെ തന്നെ ഫോണൊന്നും നോക്കാതെ സുഖമായിട്ട് ഉറങ്ങാനും ഇത് ബെസ്റ്റാണ്. മനസ്സൊന്ന് ശാന്തമായാലും പിന്നെ ഏത് വലിയ പ്രശ്നത്തിലായാലും നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സൊല്യൂഷൻസ് കണ്ടെത്താനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്ന് മുതൽ ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് ശ്വാസം മാത്രം ശ്രദ്ധിച്ചിരുന്ന് നോക്കിയാലോ, മാറ്റം കണ്ടിട്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും.
അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും എൻ്റെ സ്വന്തം കണ്ടുപിടുത്തൊന്നുമല്ല കേട്ടോ. ബെസ്റ്റ് സെല്ലറായ എഖാർട്ട് ടോളിൻ്റെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിലെ പവർഫുൾ ഐഡിയാസ് ആണിത്. വായിക്കാത്തിരി കടുപ്പാണെങ്കിലും ലൈഫ് അടിമുടി മാറ്റാൻ പറ്റിയ ഒരു ബുക്കാണിത്. അപ്പോൾ ഓവർ തിങ്ക് കാരണം ഉറക്കം നഷ്ടപ്പെട്ടവർക്കും സമാധാനമില്ലാതെ തല പുകഞ്ഞിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയാം. ഇതെന്നും ഓർത്ത് വെച്ചേക്കാം. ഈ നിമിഷം, ഈ സെക്കൻഡ് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മൈൻഡ് വെറുതെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോരോ സിനിമകൾ മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. വെറുതെ തല പൂഞ്ഞിരിക്കുന്ന ആ ചങ്കിരി ഇതൊന്ന് ഷെയർ ചെയ്ത് അവനൊന്ന് ഉഷാറാക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഇന്നു മുതൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ നൗ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം സമാധാനം എന്ന് പറയുന്നത് എപ്പോഴോ കിട്ടാൻ പോകുന്നതല്ല, അത് ഇപ്പോഴാണ്, ഈ നിമിഷത്തിലാണ്. പീസ് ഈസ് നൗ.